നമുക്ക് അടുത്തൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് അടിക്കാം, ന്യൂ കമ്പോണന്റ്, ബിഷപ്പ് എന്ന് കൊടുക്കാം. ബിഷപ്പ് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ളത്, പക്ഷെ അത് എളുപ്പമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു രസമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം. അതിലൊരു പുതിയൊരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സാധാ ഫ്രണ്ട് പ്ലെയിൻ തന്നെ എടുക്കുക. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന പ്ലെയിൻ എടുക്കുക. ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ബിഷപ്പിന്റെ സൈസ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് 6 സെന്റിമീറ്റേഴ്സ് ആ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നതെന്ന് തോന്നുന്നത്. 6 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു താഴെ നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാം. മറ്റേ നോർമലായിട്ട് അതിനുള്ള ഡയമീറ്ററിന് കൊടുത്താൽ മതി. എത്ര എന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ഒരു 18 കൊടുത്തോ. നിങ്ങൾ 18 കൊടുക്കുക. അതിന്റെ ഹൈറ്റ് എത്ര? 60 കൊടുക്കുക. ടാബ് അടിച്ചാൽ മതി കേട്ടോ. ടാബ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടാബ് അടിക്കുക, 60 കൊടുക്കുക. അപ്പോൾ ഹൈറ്റ് 60 ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ബോക്സിനകത്തായിരിക്കണം നമ്മൾ ബിഷപ്പിനെ ഉണ്ടാക്കുക. പക്ഷെ ബിഷപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ റിവോൾവ് ചെയ്യാതിരിക്കില്ല. കാരണം ബിഷപ്പിന്റെ തല എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിവോൾവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. ഒന്നുകിൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. കാണുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു ബിഷപ്പിനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാണുന്നുണ്ടോ? ഇതിനെ നമുക്ക് റിവോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കണ്ടോ? ഈ തലേനെ റിവോൾവ് ചെയ്താൽ ഒരു വേറൊരു ഷേപ്പ് അല്ലേ വരണം, ഒരു കുടം പോലെ ലയിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസ് കണ്ടില്ലേ, ബേസ് മാത്രം റിവോൾവ് ചെയ്തുണ്ടാക്കും. അതിന് റിവോൾവ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ടൂൾ വെച്ച് വേറെ ടൂൾ വെച്ച് ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ ഹെഡിനെ മാത്രം വേറെ രീതിയിൽ ഉണ്ടാക്കും. കാണിക്കാം കേട്ടോ. ക്രിയേറ്റ് മിറർ കൊടുക്കുക. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 3 എഡ്ജസ് കൊടുക്കുക. ലൈൻ എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തായിരിക്കും നമ്മൾ ബിഷപ്പിനെ വരയ്ക്കാൻ പോണേ. അപ്പം 2 പ്ലെയിൻ സെലക്ട് 2 എഡ്ജസ് സെലക്ട് ചെയ്യുക. കുറച്ച് ഫിലറ്റ് കൊടുക്കുക. ഞാൻ എടുത്തു വെച്ചേക്കാവേ റെഫറൻസിന് നിങ്ങൾക്കൊന്ന് കാണാനായിട്ട്. ജസ്റ്റ് ഒരു ഫിലറ്റ് കൊടുക്കുക. അപ്പോൾ കുറച്ച് കർവ് ആയിട്ട് വരും. അപ്പോൾ ഒരു വാല്യൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഡിസൈൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും കൊടുക്കുന്ന ഫിലറ്റ് ഒക്കെ സെയിം ആണെന്ന് നോക്കി വെക്കണം. ഇപ്പോൾ 2 വാല്യൂസ് കൊടുക്കാം. നിങ്ങളിപ്പോൾ UI പോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ എന്താ പറയാ, റൗണ്ട് അപ്പ് ചെയ്യത്തില്ലേ ഓരോ ഐക്കൺസ് ഒക്കെ. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യത്തില്ലേ വാല്യൂസിന്റെ. അതുപോലെ ഒരു ചെസ്സിന്റെ സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 1-2 വാല്യൂസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചറപറ 20, 15, 18 ഒന്നും കൊടുക്കാതെ ഒന്നുകിൽ 20 അല്ലെങ്കിൽ 10 അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ നോക്കുക. അപ്പൊ കുറച്ച് കാണാൻ ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു ലൈൻ എടുക്കുക, കുറച്ച് താഴോട്ട് വരയ്ക്കുക, താഴോട്ട് കീപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ ജസ്റ്റ് ബേസിക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനും പറയുന്ന പോലെയല്ല. ഇപ്പോൾ ഒന്നും കിട്ടിയില്ലാത്തവർ രണ്ടാമത്തത് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെ എന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ ചെയ്ത് കിട്ടുക. വളരെ ബേസിക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ, വലിയ വിഷയമൊന്നുമില്ല. ഇനി നടുക്കൊരു താഴെ ഒരു ലൈനോടെ വരച്ചോ. റിവോൾവ് ചെയ്യുന്ന ഇത്തവണ നമ്മൾ റിവോൾവ് ചെയ്യുന്നില്ല, വേറെ രീതിയിൽ വരയ്ക്കാം. ഒന്നുകൂടെ ഇപ്പൊ ഒരു 3D സ്കെച്ച് വരയ്ക്കാൻ പോകട്ടോ. നമ്മള് അടുത്തൊരു സർക്കിൾ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഫ്രണ്ട് പ്ലെയിൻ ആണ് എടുത്തത്. ഇപ്പൊ ടോപ്പിൽ കാണുന്ന ഒരു പ്ലെയിൻ, ടോപ്പ് വ്യൂവിൽ കാണുന്ന ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറിലെ ഒരു പ്ലെയിൻ സെലക്ട് ആയിരിക്കുന്നില്ലേ, അത് സെലക്ട് ചെയ്യാം. സെന്ററിലേക്ക് നമ്മുടെ മൗസ് പോയിന്റ് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു 18 കൊടുത്തോ. നമ്മുടെ ബിഷപ്പിന്റെ ഹൈറ്റ് എത്ര? ഒരു 60 അല്ലേ. അപ്പൊ ഒരു 30 വരെ കൊടുക്കാം നിങ്ങൾക്ക്. 30 25 നമുക്ക് 25 കൊടുക്കാം. 25 കൊടുത്തോ. ഓക്കെ, സോറി, 25 ഭയങ്കര ചെറുതാണോ. ഫോട്ടോ എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഒരു കുറച്ച് ഓഫ്സെറ്റ് കിട്ടും കേട്ടോ. അതിന്റെ ആവശ്യം നമുക്ക് വരും, പറയാവേ. ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, വിട്ടേക്ക്. ജസ്റ്റ് അടുത്തൊരു സർക്കിളോടെ വരച്ചു. അതൊരു 35 കൊടുക്കും. 36. ഓക്കെ, ഇപ്പൊ കണ്ടില്ല, അതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അതപ്പോ 2 ഓപ്പോസിറ്റ് സൈഡിലുള്ളത് രണ്ടും സെലക്ട് ചെയ്യുക. ഈ അടിക്കുക, ജസ്റ്റ് അതിനെ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. ഒരു 10 സെന്റിമീറ്റർ ബേസ് അല്ലെങ്കിൽ ഒരു 15 സെന്റിമീറ്റർ ഇട്ടോ കേട്ടോ.
ജസ്റ്റ് ഒരു ക്രിയേറ്റ് ആയ സ്കെച്ച് കാണുന്നില്ല. സ്കെച്ച് എപ്പോഴും ഹൈഡ് ആയി പോവാ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അൺഹൈഡ് ചെയ്ത് അവിടെ കിട്ടിക്കോളും. ഇനി ആ 2 കട്ടിങ്സ് വരച്ചില്ലേ, അതിനെ ഒന്ന് എടുക്കുക, എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷൻസ് ഉണ്ട്. സിംഗിൾ സൈഡ് മാറ്റി സിമെട്രിക്ക് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു എത്രയെന്ന് വെച്ചാൽ ഒരു 10 15 15 കൊടുത്തോട്ടോ. 15 ആയിട്ടൊന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. കട്ട് മാറ്റി ജോയിൻ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു അലിക്കുലുത്ത് പോലെ അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്നില്ലേ. എന്നിട്ട് നിങ്ങൾ ഇനി രണ്ടാമത് വരച്ച ഒരു സർക്കിൾ ഇല്ലേ, ആ രണ്ടാമത് വരച്ചൊരു സർക്കിൾ സെലക്ട് ചെയ്യുക, ഇ കൊടുക്കുക. ഞാൻ ജസ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്നുകൂടെ ഇപ്പൊ പറയും കേട്ടോ. ഓക്കെ, എനിക്ക് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ, ആ രണ്ടാമത്തെ കൊടുത്തതിന്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക. എഡിറ്റ് സ്കെച്ച്, അതൊരു 60 കൊടുത്തു. അപ്പൊ അതിനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കണ്ടില്ല ഒരു കർവിങ്, ആ കർവിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പ വഴി എന്ന് വെച്ചാൽ വേറെ സൈഡ് എടുക്കുക. മീൻ ഫ്രണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റോ റൈറ്റോ. അത് ഞാൻ വരച്ചപ്പോ ഒന്ന് ചേഞ്ച് ആയി പോയി കേട്ടോ, ബിഷപ്പ് ആയണ്ട കേട്ടോ. എന്നിട്ടൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. അഥവാ ഇടയ്ക്ക് പ്രോബ്ലംസ് വരും. സെലക്ട് ആക്കുക, എക്സ്ട്രൂഡ് ചെയ്യുക. അതും ടു സൈഡ് സിമെട്രിക്ക് പല രീതിയിലുണ്ട് കേട്ടോ. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കാണും, അതുപോലെ ഉണ്ടാക്കുക. ഇപ്പൊ കണ്ടോ, മറ്റേതിനകത്തുള്ള ഒരു സിമിലർ ആയിട്ട് വന്നില്ലേ, ഇതിൽ കാണാൻ പോലെ. അപ്പൊ ഇതിനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം കേട്ടോ, ആദ്യം തൊട്ട്. ഇനി ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ ഒരു സൈഡല്ലേ ക്രിയേറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു സൈഡിലേക്ക് ആ ഫീച്ചർ ഇട്ടാലും മതി. കട്ട് ചെയ്യണതാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാൻ നല്ലത്. സ്പ്ലിറ്റ് ബോഡി എന്നുള്ള ഒരു ടൂൾ എടുത്ത് സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് ആ പ്ലെയിൻ സെലക്ട് ചെയ്യുക, ഏതാണോ അതിന്റെ പ്ലെയിൻ സെലക്ട് ചെയ്യാൻ കണ്ടില്ല, അതിന്റെ സെന്ററിലൂടെ പോണേ. ഇത് ഏത് പ്ലെയിനാണ്? എക്സിസെഡ് പ്ലെയിനെ പ്ലെയിൻ സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക. ഇപ്പൊ 2 ബോഡീസ് ആയിട്ട് അതിന്റെ താഴെ ക്രിയേറ്റ് ആവും. കട്ടായ ബോഡി വേണ്ടാത്തതിനെ ഹൈഡ് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. മിറർ, ഏത് ഒബ്ജക്റ്റ് ആണോ മിറർ ചെയ്യേണ്ടത്, മിറർ പ്ലെയിൻ എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ആ ഫേസ് കൊടുത്താൽ മതി, ഏതാ കട്ട് ചെയ്ത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഫേസ്. അപ്പോൾ ജോയിൻ കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ബിഷപ്പ് ക്രിയേറ്റ് ആയി.